നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെഷനാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. 4 വ്യത്യസ്ത സൈക്കോമെട്രിക് ടെസ്റ്റുകളെക്കുറിച്ചാണ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാമിലി പാത്തോളജി സ്കെയിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാനാണ് ഡിസ്കസ് ചെയ്യുന്നത്. 5 ടോപ്പിക്കുകളാണ്, 5 സൈക്കോമെട്രിക് ടെസ്റ്റുകളാണ് നിങ്ങൾ റെക്കോർഡിൽ എഴുതിയിട്ടുണ്ടാവുക. അതിലൊന്ന് സോഷ്യോമെട്രിക് ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചോദിക്കാൻ സാധ്യതയില്ല, കാരണം അത് ഒരുപാട് ആളുകളുണ്ടെങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ നമുക്ക് ഒരാളുണ്ടെങ്കിൽ തന്നെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ബാക്കിയുള്ള 4 ടെസ്റ്റുകളാണ് ചോദിക്കുന്നുണ്ടാവുക. ഇതിൽ ഏത് ടെസ്റ്റ് ആണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ സെഷന് പോകുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 4 സാധനങ്ങൾ നിങ്ങളെ കയ്യിൽ നിർബന്ധമായിട്ട് വേണം. ഒന്ന് ID കാർഡാണ്, മറ്റൊന്ന് ഹാൾ ടിക്കറ്റാണ്, പിന്നെ നിങ്ങളെ കയ്യിൽ വേണ്ടത് റെക്കോർഡ് ബുക്കാണ്. നിങ്ങൾ ഓൾറെഡി റഫ് റെക്കോർഡ് എഴുതി സൈൻ വാങ്ങിയിട്ടുണ്ടാവും. അത് ഫെയർ റെക്കോർഡിലേക്ക് എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് അന്ന് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതിന് പുറമെ ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ കൊണ്ടുപോകേണ്ടി വരും. സബ്ജക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബൈസ്റ്റാൻഡറാണ്. നിങ്ങളെ ഫാദറോ മദറോ മക്കളോ ഹസ്ബൻഡോ വൈഫോ ആരും ആവാം. ഓക്കെ, ഇനി ആരും കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് ആരെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ഇനി ആരും കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് മറ്റ് 2 സെഷനായിട്ടാവും ചിലപ്പോൾ എക്സാം ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. കൂടെ ഒരാൾ കൊണ്ടുപോകണമാവും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SIM, സ്പാൻ ഓഫ് ഇമ്മീഡിയറ്റ് മെമ്മറി. ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാന് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഇവിടെ 2 വ്യത്യസ്ത രീതിയിലൂടെയാണ് ഇവിടെ ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാന് കണക്കാക്കുന്നത്, വിഷ്വലും ഓഡിറ്ററിയും. ഈ 2 രീതികളിലൂടെയും ഒരു വ്യക്തിയുടെ ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാൻ ടെസ്റ്റാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാനത് പറയുന്നില്ല. നിങ്ങൾ ഓൾറെഡി റഫ് റെക്കോർഡ് എഴുതി സൈൻ വാങ്ങിയതായിരിക്കും. അപ്പോൾ അതിൽ ടൈറ്റിൽ ഉണ്ടായിരിക്കും, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, ഹൈപ്പോത്തിസിസ് ഉണ്ടായിരിക്കും, ഇൻട്രൊഡക്ഷന്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ്, പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, സ്കോറിങ്, ഇൻ്റർപ്രിട്ടേഷൻ, ഡിസ്കഷൻ, കൺക്ലൂഷൻ, അങ്ങനെ എല്ലാ പോയിൻറ്റുകളും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എഴുതി സാറെടുത്ത് സൈൻ വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് പ്രാക്ടിക്കൽ ചെയ്തതിന് ശേഷം റിപ്പോർട്ട് എഴുതുമ്പോഴും ഇതേ പ്രൊസീജിയർ തന്നെ വേണ്ടത്. ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് റിപ്പോർട്ട് എഴുതേണ്ടി വരിക. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമും വൈവയും ഉണ്ടാവും. ചിലപ്പോൾ എക്സാമിന് മുന്നേ ആയിരിക്കും വൈവ ഉണ്ടാവുക, ചിലപ്പോൾ എക്സാമിന് ശേഷമായിരിക്കും ഉണ്ടാവുക. വൈവ 1 അല്ലെങ്കിൽ 2 സാറുമാരായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ ഉത്തരം പറയാം, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ഉത്തരം പറയാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സാറോട് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എന്ത് ചെയ്യും, വേറെ ചോദ്യങ്ങൾ ചോദിക്കും. വലിയ ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഒരു നറുക്കെടുക്കുകയാണ് ചെയ്യുക. 4 ടെസ്റ്റുകളുടെ പേര് എഴുതിയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ലോട്ടുകളുള്ള ഒരു പാത്രം നിങ്ങൾക്ക് തരും. അതിന് നിങ്ങളൊരു പേപ്പർ എടുക്കുന്നു. ആ പേപ്പറിൽ എന്താണോ എഴുതിയിട്ടുള്ളത് ആ ടെസ്റ്റാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. ഇനി ചിലപ്പോൾ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ലോട്ട് എഴുതാൻ സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ നേരിട്ട് പറയും, നിങ്ങൾ മെമ്മറി സ്പാൻ ടെസ്റ്റ് നടത്തിക്കോളൂ, അങ്ങനെയും പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളുടെ തിരക്കനുസരിച്ചായിരിക്കും ഉണ്ടാവുക. സാധാരണഗതിയിൽ ലോട്ട് എടുക്കാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്ക് ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സബ്ജക്റ്റിനെയാണ് വേണ്ടതെന്ന് അവിടെയുള്ള ഇൻവിജിലേറ്ററോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് ആളെത്തിച്ചേരും. നിങ്ങളെ കൂടെ വന്ന സബ്ജക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരിക. അവർ റാൻഡമായിട്ട് ഒരാളെ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അയച്ചു തരിക ചെയ്യാം. ചിലപ്പോൾ നമ്മളെ ഹസ്ബൻഡിൻ്റെ കൂടെയോ വൈഫിൻ്റെ കൂടെയൊക്കെ പോകണ്ടാവുക. പക്ഷേ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുന്നത് കുട്ടികളുടേതാവും. അപ്പോൾ നമുക്ക് അവിടെ ഏതെങ്കിലും കുട്ടികളുണ്ടാവും, ആരും വിളിച്ചാൽ മതി. ചിലപ്പോൾ നമ്മൾ കുട്ടികളെയും കൊണ്ടായിട്ടും പോയിട്ടുണ്ടാവുക, മുതിർന്ന ആളുകളെയാണ് വേണ്ടി വരിക.
അപ്പോൾ അതിനനുസരിച്ച് അവിടുന്ന് ആളുകളെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണോ നമ്മൾ തിയറി എക്സാം എഴുതിയത് അതേപോലെ തന്നെ ആയിരിക്കും പ്രാക്ടിക്കൽ എക്സാമിൻ്റെ റിപ്പോർട്ടും എഴുതേണ്ടത്. എക്സാമിന് പോയ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഒരു 30 പേജിൻ്റെ ഒക്കെ ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തന്നിരുന്നു. ആ ബുക്ക്ലെറ്റിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ എഴുതാൻ തുടങ്ങിയ പോലെ തന്നെ ഇതേപോലെ ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരും. അതിലാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ റിപ്പോർട്ട് ഇത് ടെസ്റ്റ് ചെയ്യണം, മെമ്മറി ടെസ്റ്റ് ചെയ്യണം. മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ നിങ്ങൾക്ക് അലോട്ട് ചെയ്യും. അവരുടെ എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ആ ടെസ്റ്റ് വേഗം പൂർത്തീകരിക്കാം. ടെസ്റ്റ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരോട് എന്ത് ചെയ്യരുത്, അവിടെ നിൽക്കാൻ പറയരുത്, പെട്ടെന്ന് പോകാൻ പറയാം. എന്നിട്ട് നമ്മൾ റിപ്പോർട്ട് എഴുതാൻ തുടങ്ങാം. കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ, അതിനുള്ള റിപ്പോർട്ട് എഴുതണം. പിന്നെ വൈവയും ഉണ്ടാവും, ചിലപ്പോൾ വൈവ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടായിരിക്കാം വൈവ. അപ്പോൾ പെട്ടെന്ന് റിപ്പോർട്ടുകൾ പെട്ടെന്ന് ചെയ്യാം. പിന്നെ അത്ര ഓരോ ടെസ്റ്റ് ചെയ്യുന്ന ആളുകളെടുത്തും ഓരോ ഇൻവിജിലേറ്റർ ഉണ്ടാവില്ല. വലിയ ഹാളായിരിക്കും ഉണ്ടാവുക, സാധാരണഗതിയിൽ വലിയ ഹാളായിരിക്കും. അവിടെ ഒരുപാട് കുട്ടികളും ഉണ്ടാവും, ഒരുപാട് സബ്ജക്ട്സും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ 1-2 ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവും. അവർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, അല്ലാതെ ഓരോരുത്തരെയും ഇൻഡിവിജ്വലി നോക്കുന്ന ഒരാളുണ്ടായിരിക്കില്ല. അപ്പോൾ ചെറിയ നമ്മൾ കണക്ക് കൂട്ടുന്നിടത്ത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടോ ചെറിയ പ്രോബ്ലംസൊക്കെ വന്നു എന്ന് എഴുതിയിട്ട് വലിയ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. മേജർ ചേഞ്ചസ് വരാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഇവിടെ നമുക്ക് ടെസ്റ്റ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് മെമ്മറി സ്പാനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സ്പാൻ ഓഫ് ഇമ്മീഡിയറ്റ് മെമ്മറി എന്നും ഇതിനെ പറയും. മെമ്മറി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമുക്ക് അപ്പം അങ്ങനെ എഴുതുന്ന സമയത്ത് എക്സാമിന് നിങ്ങൾ എങ്ങനെയാണോ റിപ്പോർട്ട് എഴുതിയത് അതുപോലെ തന്നെ ടൈറ്റിൽ, എയിം, ഒബ്ജക്റ്റീവ്സ്, ഹൈപ്പോത്തിസിസ്, ഇൻട്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം. ആ റിപ്പോർട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യമാണ്, തിയറിയാണ്, അത് അതുപോലെ തന്നെ എഴുതി വെക്കാം. ഇവിടെ നമുക്ക് പ്രോബ്ലമാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ടെസ്റ്റ് ചെയ്യുക, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് മെമ്മറി എന്താണെന്ന് എഴുതും. മെമ്മറി എന്ന ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. അത് ഇൻഫോർമേഷൻസ് എന്താണ്, എൻകോഡ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, റിട്രീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എൻകോഡിങ് ഇന്നതാണ്, സ്റ്റോറിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, റിട്രീവൽ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. അതുപോലെ തന്നെ മെമ്മറി 3 തരത്തിലുണ്ട്. സെൻസറി മെമ്മറി ഉണ്ട്, ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. അതുപോലെ തന്നെ സെൻസറി മൊഡാലിറ്റീസ് ഉണ്ട്, വിഷ്വൽ മെമ്മറി, ഓഡിറ്ററി മെമ്മറി എന്നൊക്കെ പറഞ്ഞിട്ട് ജനറലി എന്താണോ എഴുതുന്നത് അതൊക്കെ എഴുതി വെക്കാം. എന്നിട്ട് പിന്നെ മെറ്റീരിയൽ റിക്വയർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, എഴുതാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മെറ്റീരിയലുണ്ട്, കൺഫ്യൂഷൻ ഇല്ലാത്ത കാര്യമാണ്. കൺഫ്യൂഷനുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ 2 ടെസ്റ്റുകളാണ് നമുക്ക് നടത്താനുള്ളത്. ഒന്നാമത് നമുക്ക് നടത്തേണ്ട ടെസ്റ്റ് ഒരു മിനിറ്റ്, വിഷ്വൽ മെമ്മറി ടെസ്റ്റാണ്. ഫസ്റ്റ് നമുക്ക് വിഷ്വൽ മെമ്മറി ടെസ്റ്റാണ് ചെയ്യേണ്ടി വരിക. ഓക്കെ, പിന്നെ ഓഡിറ്ററി മെമ്മറി ടെസ്റ്റും നമുക്ക് ചെയ്യേണ്ടി വരും. വിഷ്വൽ മെമ്മറി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ഇതുപോലെയുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് തരും. ഓക്കെ, ഇതിൽ ഇപ്പോൾ PDF നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ആയിരിക്കും PDF നിങ്ങൾക്ക് തരാം. ഇവിടെ ഈ ഇടത്ത് ഭാഗത്ത് കണ്ടല്ലോ, ഇവിടെ 1st, 2nd, 3rd, 4th, 5th, 6th അങ്ങനെ കണ്ടല്ലോ. ഇതിൽ 3 എണ്ണമാണ് ഒരാൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൽ 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് 2 ആൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 6 കോളം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ 6 എണ്ണം ചെയ്യേണ്ടതില്ല. ശരിക്കും ശ്രദ്ധിക്കണം, നമ്മളെ മുമ്പിൽ ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ 6 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 1, 2, 3 അങ്ങനെ എന്ത് ചെയ്യാം, ഇവിടെ ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാം. ഓക്കെ, ഇതിൽ 1, 2, 3 ഇത് മാത്രം ഒരാൾ ടെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ അടുത്തതായിട്ട് വേറെ നമ്മൾ പിന്നീട് ഒരു ക്ലയൻറ്റിനെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അടുത്തടുത്ത് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ 2 പ്രാവശ്യം ഇതിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ 2nd പേജ് നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്തും ഇനി ഓഡിറ്ററീസ് നോക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ 6 എണ്ണം ഉണ്ടായിരിക്കും. 1st, 2nd, 3rd, പിന്നെ ഇപ്പുറത്ത് പേജിൽ 5th, 6th അങ്ങനെ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ,
ഇതിലും 3 ചെയ്താൽ മതി, 6 ചെയ്യേണ്ടതില്ല. 2 സബ്ജക്റ്റിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം കോളങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ആവരുത്. 3 എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ഇതൊന്നും ചെയ്ത് വെക്കരുത്. ഇനി നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് തന്നെ തിരിച്ചു പോവാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ വിഷ്വൽ മെമ്മറി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സ്കോറിംഗ് ലോജിക്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇതാണല്ലോ ഇവിടെ നോക്കുക, ഇങ്ങനെയാണ്, ഇതുപോലെയാണ് ചിത്രങ്ങൾ വരിക. കണ്ടോ, ഇതുപോലെ നമുക്ക് കാണിച്ചു തരും. ഇതുപോലെ ഓക്കെ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഇതുപോലെ ഓരോ വിഷ്വൽസ് നമുക്ക് കാണിച്ചു തരും. 15 സെക്കൻഡ് നേരമായിരിക്കും ഈ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, 15 സെക്കൻഡ് നേരം വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം 30 സെക്കൻഡ് നേരം നിങ്ങൾക്ക് അതുപോലെ എഴുതാനുള്ള സമയം തരും. അതിനുശേഷം വീണ്ടും 15 സെക്കൻഡ് നേരം അടുത്ത വിഷ്വൽ കാണിച്ചു തരും. എന്നിട്ട് 15 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 30 സെക്കൻഡ് നേരം ഇത് എഴുതാനുള്ള സമയം നിങ്ങൾക്ക് തരും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കണം. എന്നിട്ട് 15 സെക്കൻഡ് ആവും വരെ വെയിറ്റ് ചെയ്യണം നമ്മളിത് പറയുന്ന സമയത്ത്. എന്നിട്ട് സബ്ജക്റ്റ് 15 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് നോക്കിയിട്ട് ഈ വിഷ്വൽ എന്ത് ചെയ്യണം, മാറ്റണം. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവരോട് അത് റീകോൾ ചെയ്ത് എഴുതാൻ പറയണം. പിന്നെ അടുത്തത് അങ്ങനെ 3, ഫസ്റ്റ് 3, പിന്നെ സെക്കൻഡ് 3, പിന്നെ തേർഡ് 3. ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇതിൽ ആദ്യം ഈ 3 എന്ത് ചെയ്യുന്നത്, ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഓരോന്ന് കാണിച്ചു കൊടുക്കണം. ഇവിടെ 3 കോളങ്ങൾ കണ്ടല്ലോ, റെസ്പോണ്ട് ലിസ്റ്റ്, സ്പാൻ ഓഫ് മെമ്മറി ലിസ്റ്റ്, ടോട്ടൽ ഒബ്റ്റെയിൻഡ് ലിസ്റ്റ്. ഇവിടെ റെസ്പോണ്ട് ലിസ്റ്റിൽ എന്താണ് വരിക, എന്താണ് റെസ്പോണ്ടൻ്റ് വെള്ള പേപ്പറിൽ എഴുതിയത് അത് അതുപോലെ ഇവിടെ നമ്മൾ എഴുതണം. ഓക്കെ, മെമ്മറി, സ്പാൻ ഓഫ് മെമ്മറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതണം. 2ാമത്തെ കോളത്തിൽ എഴുതണം. 3ാമത്തേൽ ടോട്ടൽ വാല്യൂവും എഴുതണം. നമുക്ക് ഘട്ടമായിട്ട് അത് നോക്കാം, എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ഈ ചിത്രം നമ്മൾ മുന്നിൽ കാണിക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കണം. ഇതിൽ ചിത്രം കാണിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ആദ്യത്തെ ചിത്രം ഇതാണ്. XM എന്ന് താഴത്തേക്ക് എഴുതിയിട്ടുള്ള വെർട്ടിക്കലി എഴുതിയിട്ടുള്ള ലെറ്റേഴ്സാണ് ഇതൊക്കെ ഉള്ളത് അല്ലേ. ഇതൊക്കെ വെർട്ടിക്കലി എഴുതിയിട്ടുണ്ട്. ഈ ചിത്രവും നോക്കൂ, ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകൾ വരുന്നുണ്ട് അല്ലേ. ഇവിടെ PMDR കണ്ടോ, ഒരുമിച്ച് ഘട്ടമായിട്ട് ഒരേ ലെവലിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ആദ്യത്തത് XM, ഇവിടെ 2 ഗ്യാപ്പ് ഉണ്ട് അല്ലേ. എക്സിൻ്റെ മുകളിലും ഒരു ഗ്യാപ്പ് ഉണ്ട്, എമ്മിൻ്റെയും എക്സിൻ്റെയും ഇടയിലും ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇത് ഓർത്തെടുത്ത് ഒരാൾ എഴുതുന്ന സമയത്ത് ഗ്യാപ്പ് കൂടെ ഉൾപ്പെടുത്തി എഴുതണം. ഓക്കെ, ഗ്യാപ്പ് ഉൾപ്പെടുത്താതെ എഴുതി കഴിഞ്ഞാൽ പൊസിഷൻ മാറും. അപ്പോൾ മാർക്ക് എന്ത് ചെയ്യും, കൊടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇത് ടെസ്റ്റ് ചെയ്യുന്ന ആൾ, ഇത് നോക്കുന്ന ആളോട് നമ്മൾ പറയണം കൃത്യം സെൻറ്ററിലേക്ക് തന്നെ നോക്കണം എന്ന് പറയണം. ഓക്കെ, എവിടേക്കെങ്കിലും നോക്കാൻ പാടില്ല. ഈ ചിത്രത്തിൻ്റെ കൃത്യം സെൻറ്ററിലേക്ക് നോക്കിയിട്ടാണ് 15 സെക്കൻഡ് നേരം നോക്കി നിൽക്കാനാണ് പറയേണ്ടത്. ഇതാണ് ജനറലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇവിടെ ഇതിൻ്റെ കണ്ടീഷൻസ് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ സ്കോർ ഇടുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഒരാൾ പറഞ്ഞു. ഇപ്പോൾ ഈ ടേബിൾ തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ PMDR, അതുപോലെ തന്നെ PMDR എന്നതുപോലെ ആ വ്യക്തി വെർട്ടിക്കലി എഴുതി എന്ന് കരുതാം. അപ്പോൾ അത് കറക്റ്റാണല്ലോ. ഇപ്പോൾ P എന്നെടുക്കാം. P മാത്രം, ഫസ്റ്റ് ലെറ്റർ P അദ്ദേഹം അതുപോലെ എഴുതി. ഇപ്പോൾ P എന്ന വേർഡ് അതേ സ്ഥാനത്ത് അതുപോലെ എഴുതുമ്പോൾ നമ്മൾ എത്ര മാർക്ക് കൊടുക്കും, 2 പോയിൻ്റ് കൊടുക്കും. ഇത് ശ്രദ്ധിക്കണം. കറക്റ്റ് ആണെങ്കിൽ ഓരോ വേർഡും കറക്റ്റ് ആണെങ്കിൽ 2 പോയിൻ്റ് കൊടുക്കും. ഓക്കെ, ഇനി ചില സമയത്ത് കറക്റ്റായിരിക്കാം, പക്ഷേ അതിന് പൊസിഷൻ മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതാം. ഇവിടെ
ബി എന്നാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഡാറ്റ. പക്ഷേ ഞാൻ മാറിയിട്ട് എന്ത് ചെയ്തു, ബി എ എന്നെഴുതി. ഇത് കറക്റ്റ് തന്നെയാണല്ലേ, പക്ഷേ ഇതിൻ്റെ എന്തുണ്ട്, പൊസിഷൻ മാറിയിട്ടുണ്ട്, ട്രാൻസ്പൊസിഷൻ. അതിനെ മിസ്റ്റേക്ക് ഓഫ് ട്രാൻസ്പൊസിഷൻ എന്ന് പറയും. ഓക്കെ, മിസ്റ്റേക്ക് ഓഫ് ട്രാൻസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്, പക്ഷേ നമ്മൾ എഴുതിയത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക, 1 മാർക്കാണ് കൊടുക്കുക. ഉത്തരം കറക്റ്റാണ്, പക്ഷേ എഴുതിയത് മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ പെർഫെക്റ്റ് ആണെങ്കിൽ എങ്ങനെയാണോ എഴുതിയത് എ ബി അങ്ങനെ എഴുതിയത് അതുപോലെ തന്നെ എ ബി ആ വ്യക്തി അതുപോലെ എഴുതുകയാണെങ്കിൽ 2 മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി അല്ല നേരെ തിരിച്ചാണ് എഴുതിയതെങ്കിൽ ഇതാ എ ബി എന്നതിന് പകരം ബി എ എന്നാണ് എഴുതിയത്, കറക്റ്റ് തന്നെയാണ് പക്ഷെ മാറിപ്പോയി. അങ്ങനെ വരികയാണെങ്കിൽ അതിന് മിസ്റ്റേക്ക് ഓഫ് ട്രാൻസ്പൊസിഷൻ, പേര് പഠിക്കണമെന്നൊന്നുമില്ല, ട്രാൻസ്പൊസിഷൻ എന്ന് പറയും. പിന്നെ ഇതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് മിസ്റ്റേക്ക് ഓഫ് ട്രാൻസ്പൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ താഴെ കണ്ടോ, ഇവിടെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. മിസ്റ്റേക്ക് ഓഫ് ട്രാൻസ്പൊസിഷൻ, മിസ്റ്റേക്ക് ഓഫ് ഒമിഷൻ, മിസ്റ്റേക്ക് ഓഫ് കമ്മീഷൻ, മിസ്റ്റേക്ക് ഓഫ് ട്രാൻസ്പൊസിഷൻ ആൻഡ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്ത് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ശരിയാണെങ്കിൽ 2 കൊടുക്കും, അല്ലെങ്കിൽ ട്രാൻസ്പൊസിഷൻ 1 അല്ലെങ്കിൽ ബാക്കിയൊക്കെ 0 കൊടുത്താൽ മതി, കൺഫ്യൂഷനൊന്നുമില്ല. ഇനി ഓരോന്ന് സാവധാനത്തിൽ നോക്കാം നമുക്ക്. അപ്പോൾ കറക്റ്റ് ചെയ്താൽ 2 മാർക്ക് കൊടുക്കും, 2 പോയിൻ്റ് കൊടുക്കും. ഇനി കറക്റ്റ് തന്നെയാണ്, പൊസിഷൻ മാറിയിട്ടാണ് എഴുതിയതെങ്കിൽ 1 കൊടുക്കും. ഓക്കെ, ഈ മിസ്റ്റേക്ക് ഓഫ് ഒമിഷൻ ഇപ്പോൾ ഇങ്ങനെ എഴുതാണ് എ ബി സി. അപ്പോൾ ഒരാൾ എഴുതി എ സി, ഇവിടെ ഒരു സാധനം മിസ്സിങ് ആണ്, അതാൾ എഴുതിയിട്ടില്ല. അപ്പോൾ എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും, അപ്പോൾ എത്രയും മാർക്ക് കൊടുക്കുക, എ കറക്റ്റാണ്, അപ്പോൾ എക്ക് 2 കൊടുക്കും, സിക്കും 2 കൊടുക്കും. ഇവിടെ ഒമിഷനാണല്ലേ, അപ്പോൾ ഒന്നുമില്ല, അപ്പോൾ അവിടെ 0 കൊടുക്കും. അപ്പോൾ ഇവിടെ മിസ്സായ ഭാഗത്ത് അത് 1 മറന്നു പോയിട്ടുണ്ട്, വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ വിട്ടുപോയ ഭാഗത്തെ നമ്മൾ 0 ആണ് എന്ത് ചെയ്യുക, കൊടുക്കുക. വിട്ടുപോയാൽ 0. ഓക്കെ, ഇനി മിസ്റ്റേക്ക് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ അധികം എഴുതി. ഓക്കെ, ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം എ ബി സി. ഞാൻ എഴുതി എ ബി ഡി എന്ന് എഴുതി. അപ്പോൾ ഇവിടെ സിക്ക് പകരം എന്തെഴുതിയിട്ടുണ്ട്, ഡി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ തെറ്റി എഴുതിയിട്ടുണ്ട്, സിക്ക് പകരം ഡി തെറ്റായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് പറയും, മിസ്റ്റേക്ക് ഓഫ് മറന്നല്ലോ, മിസ്റ്റേക്ക് ഓഫ് കമ്മീഷൻ എന്ന് പറയും. അപ്പം അങ്ങനെ വരുന്ന കമ്മീഷൻ പറയുന്ന സമയത്ത് മിസ്റ്റേക്ക് ഓഫ് കമ്മീഷൻ ആണെങ്കിൽ 0 മാർക്ക് കൊടുക്കുക. തെറ്റ് എഴുതുന്നതിനാണ് മിസ്റ്റേക്ക് ഓഫ് കമ്മീഷൻ എന്ന് പറയാം. ഓക്കെ, മിസ്റ്റേക്ക് ഓഫ് കമ്മീഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതല്ലാതെ ഒരു സാഹചര്യം കൂടി വരാം, കമ്പൈൻഡ് മിസ്റ്റേക്ക്. അപ്പോൾ ഇതിൽ കൊടുത്തണല്ലോ, ഇത് ഏറ്റവും താഴെ മിസ്റ്റേക്ക് ഓഫ് ട്രാൻസ്പൊസിഷൻ ആൻഡ് കമ്മീഷൻ, അങ്ങനെയും വരാം. ഇപ്പോൾ ഇങ്ങനെ വരികയാണ്, ഫോർ എക്സാമ്പിൾ എ ബി സി. അതിൽ ഇവിടെ ഇവിടെ എന്താണ് ബി എക്സ് ഡി എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ ശരിക്ക് ഇവിടെ എക്സ് എന്ന വാല്യൂ ഇവിടെ ശരിക്കും ബി ആണ് വരേണ്ടത് അല്ലേ, ബി ആണ് വരേണ്ടത്. അപ്പോൾ അവിടെ എക്സ് വന്നു. അത് ശരിക്കും എന്താണ്, ബിയുടെ പൊസിഷൻ ശരിക്കും ഇവിടെ ബി ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ബിയുടെ പൊസിഷൻ ഇവിടെ ആയി, പക്ഷേ ബിയുടെ പൊസിഷനിൽ നമ്മൾ എക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതിയത് ശരിക്കും എന്താണ്, ട്രാൻസ്പൊസിഷൻ ആണ്, പക്ഷേ പൊസിഷനിലെ വാല്യൂ 0 അപ്പോൾ ഇവിടെ ബി കൊടുത്തത് ശരിക്കും 0 ആണ് കൊടുക്കേണ്ടത്. ട്രാൻസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ മാറിയിട്ടുണ്ട്, പക്ഷേ എന്താണ് അവിടെ 0 ആണ് കൊടുക്കേണ്ടത്. കാരണം പൊസിഷനും കമ്മീഷനും ഒരേ സമയത്ത് വന്നിട്ടുണ്ട്. അതായത് പുതിയൊരു സാധനം ആഡ് ആയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മറ്റൊന്നും എന്ത് ചെയ്തിട്ടുണ്ട്, പൊസിഷനും മാറിയിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് നോക്കാം. ഇനി മറ്റൊരു കാര്യം കൂടെ ഇതിൽ നോക്കേണ്ടത് ഇതിൻ്റെ ഇക്വേഷനാണ്. ഇക്വേഷൻ ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം, നമുക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാം. ഇത് മീനൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, മീനിൻ്റെ ഇക്വേഷൻ സിഗ്മ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. എന്താ നമുക്ക് നോക്കാം. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ സ്റ്റാറ്റിൽ പഠിച്ചതായിരുന്നു. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത്
കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മില്ലറിൻ്റെ മാജിക് നമ്പർ അല്ലേ. മില്ലറിൻ്റെ മാജിക് നമ്പർ എന്താണ്? 7 ± 2. ഇതിനാണ് മില്ലർ മാജിക് നമ്പർ എന്ന് പറയുന്നത്. അതായത് 7ലേക്ക് 2 കൂട്ടിയാൽ എത്രയാണ്? 9. 7ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാണ്? 5. അപ്പോൾ 5ൻ്റെയും 9ൻ്റെയും ഇടയിൽ ഉള്ള വാല്യൂവിന് ആവറേജ് മെമ്മറി എന്ന് പറയും. ഓക്കെ, ഒരാളുടെ ആവറേജ് മെമ്മറി എന്ന് പറഞ്ഞാൽ 5ൻ്റെയും 9ൻ്റെയും ഇടയിലുള്ള കിട്ടുന്ന വാല്യൂ ആണെങ്കിൽ ആവറേജ് മെമ്മറി എന്ന് പറയും. അപ്പോൾ അതിനെ ആവറേജ് എന്ന് വിളിക്കുന്നു. ഇനി 5ൻ്റെ താഴെയാണ് വരുന്നത് എങ്കിൽ ബിലോ ആവറേജ് മെമ്മറി എന്ന് പറയുന്നു. 9ൻ്റെ മുകളിലാണെങ്കിൽ എബോവ് ആവറേജ് മെമ്മറി എന്നും പറയുന്നു. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വേറെ ഒന്നും നമുക്കിവിടെ ശ്രദ്ധിക്കാനില്ല. ഇനി നമുക്ക് നമ്മുടെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യാം, ഒരു ടേബിൾ നമുക്ക് തരാം. ഓക്കെ, ഇങ്ങനെ തന്നു. അല്ലെങ്കിൽ നമ്മൾ റെസ്പോണ്ടൻറ്റിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കാണിക്കരുത്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ ടേബിളുകളും ഒരേ സമയത്ത് നമുക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഇവിടെ ഈ ടേബിളുകൾ ഒന്നിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതും കാണുന്നുണ്ട്, ഇതും കാണുന്നുണ്ട്, ഇതും കാണുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് റെസ്പോണ്ടൻറ്റിന് കൺഫ്യൂഷൻ ആവും. നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ ഭാഗം മാത്രം. അങ്ങനെ ഇനിയിപ്പോൾ എക്സാമിന് ആ സമയത്ത് അത് മാത്രം കാണിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിങ്ങനെ എടുത്ത് കാണിച്ചു കൈകൊണ്ട് മറച്ചാലൊക്കെ മതി. വല്ല ഒരു വെള്ള പേപ്പർ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കൈകൊണ്ട് മറച്ച് പിടിച്ചിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഇപ്പോൾ XM, ഈ XM എന്ന ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, ഒരാൾക്ക് ആദ്യം കാണിച്ചു കൊടുക്കുക. ആരെയാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അത് 15 സെക്കൻഡ് നേരം നമ്മൾ ഫോണിൽ സ്റ്റോപ്പ് വാച്ച് ഓപ്പൺ ആക്കി വെക്കണം. സ്റ്റോപ്പ് വാച്ച് ഓപ്പൺ ആക്കി വെച്ചാൽ 15 സെക്കൻഡ് നേരം ഇങ്ങനെ 15 സെക്കൻഡ് നേരം നമ്മൾ വെയിറ്റ് ചെയ്യാം. മൊബൈലിലെ സ്റ്റോപ്പ് വാച്ച് 15 സെക്കൻഡ് ആകുമ്പോഴേക്ക് നമ്മൾ പോസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, അപ്പോഴേക്ക് സ്ക്രീനിലുള്ള ഈ ചിത്രം മാറ്റാം. സ്ക്രീനിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ തന്നെയാണ് ഉണ്ടാവുക. അവിടെ നിന്ന് എന്ത് ചെയ്യാം, മാറ്റാം. ഇത് മാറ്റുന്ന സമയത്ത് ഒരു വേർഡൊക്കെ പറയാനുണ്ട്. നമുക്ക് അറിയുന്നതാണ്. ഈ ഇൻസ്ട്രക്ഷൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് റെഡി എന്നാണ്. റെഡി എന്ന് പറയാം. റെഡി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ റെഡി എന്ന് പറയുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ആ വ്യക്തിയോട് ആദ്യം തന്നെ പറയാം. ആദ്യം നമ്മൾ റെഡി എന്ന് പറയും. അതിനുശേഷം സി എന്ന് പറയും. സി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 15 സെക്കൻഡ് നേരം വരെ നിങ്ങൾക്ക് നോക്കാനുള്ള സമയമുണ്ടായിരിക്കും. 15 സെക്കൻഡ് കഴിഞ്ഞാൽ ഞാൻ മറച്ചു പിടിക്കും. അപ്പോൾ 15 സെക്കൻഡ് കഴിഞ്ഞാൽ ഞാൻ പറയും ദാറ്റ്സ് ആൾ എന്ന് പറയും. അങ്ങനെ പറയണമെന്നൊന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ സമയം കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദാറ്റ്സ് ആൾ എന്ന് പറഞ്ഞത്. 15 സെക്കൻഡ് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു വാക്ക് യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മൾ ഫസ്റ്റ് 15 സെക്കൻഡ് എടുക്കുന്നു. ഈ ഭാഗം ഫസ്റ്റ് സെഷൻ 15 സെക്കൻഡ് പിടിച്ചിട്ട് ആദ്യം നമ്മൾ ഇത് ചെയ്യുന്നു. പിന്നെ 30 സെക്കൻഡ് എന്ത് ചെയ്യും, റെസ്പോണ്ടൻറ്റിന് എഴുതാനുള്ള വെള്ള പേപ്പറിൽ എഴുതാനുള്ള അവസരം കൊടുക്കുന്നു 30 സെക്കൻഡ്. അതിനുശേഷം വീണ്ടും 15 സെക്കൻഡ് എന്ത് ചെയ്യും, ഈ അടുത്ത ഭാഗം റെസ്പോണ്ടൻറ്റിന് കാണിച്ചു കൊടുക്കുന്നു. 15 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ മറച്ചു പിടിക്കുന്നു. 30 സെക്കൻഡ് നേരം വീണ്ടും എന്ത് ചെയ്യും, എഴുതാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 15 സെക്കൻഡ് എടുത്തിട്ട് അടുത്ത പേജിൽ അടുത്ത ചിത്രം കാണിച്ചു കൊടുക്കുന്നു, ലെറ്റർ കാണിച്ചു കൊടുക്കുന്നു. 30 സെക്കൻഡ് നേരം എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പോൾ ഇങ്ങനെ എഴുതിയ റെസ്പോണ്ടുകൾ ഈ കോളം നിങ്ങൾ കണ്ടല്ലോ. ഈ കോളത്തിൽ എന്താണ് എഴുതേണ്ടത്, റെസ്പോൺസ് ലിസ്റ്റാണ്. റെസ്പോൺസ് ലിസ്റ്റിൽ ഇപ്പോൾ എന്താണ് നമ്മുടെ സബ്ജക്റ്റ് എഴുതിയത് അതുപോലെ എഴുതാം. അപ്പോൾ XM എന്ന് പറയുന്നതിന് പകരം MX എന്നാണ് എഴുതിയത്. അപ്പോൾ MX എന്ന് എഴുതണം. PMDR എന്നതിന് പകരം MDPR ആണെങ്കിൽ PR എന്നിങ്ങനെ എഴുതാം. പിന്നെ TK എന്നതിന് പകരം KTT എന്നാണ് എഴുതിയത്. അപ്പോൾ എന്താണോ റെസ്പോണ്ടൻ്റ് എഴുതിയത് അത് അതുപോലെ പകർത്തി എഴുതാനുള്ള കോളമാണ് ഈ കോളം. വേണമെങ്കിൽ എഴുതിയാൽ മതി, വേണമെങ്കിൽ ഈ കോളം സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ, ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എഴുതുകയും ചെയ്യാം. ഇതിൽ ഇങ്ങനൊരു കോളം ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നതാണ് നല്ലത്. ഇനി ഇതിന് വാല്യൂ കൊടുക്കണം. വാല്യൂ കൊടുക്കൽ എങ്ങനെയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക്
പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്ത് നോക്കാം. എന്നിട്ട് ആ വാല്യൂവിൻ്റെ ടോട്ടലാണ് എന്ത് ചെയ്യാം ഇവിടെ ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം അടുത്ത സെക്കൻഡ് സെഷൻ നമ്മൾ എടുക്കുന്നു. അത് ഇതുപോലെ തന്നെ ഈ ചിത്രം ലെറ്റർ സബ്ജക്റ്റിന് കാണിച്ചു കൊടുക്കുന്നു. 15 സെക്കൻഡ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ 30 സെക്കൻഡ് എഴുതാൻ വേണ്ടി സമയം കൊടുക്കുന്നു. പിന്നെ അടുത്ത ലെറ്റർ കാണിച്ചു കൊടുക്കുന്നു. 30 സെക്കൻഡ് എഴുതാൻ സമയം കൊടുക്കുന്നു. പിന്നെ അടുത്ത ലെറ്റർ കാണിച്ചു കൊടുക്കുന്നു. 30 സെക്കൻഡ് എഴുതാൻ സമയം കൊടുക്കുന്നു. എന്നിട്ട് അത് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്യുന്നു. പിന്നെ അടുത്ത ഇതേപോലെ തേർഡും 30 സെക്കൻഡ് എന്ത് ചെയ്യുന്നു, 15 സെക്കൻഡ് കാണിച്ചു കൊടുക്കുന്നു. 30 സെക്കൻഡ്, 15, 30, 15, 30, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഒരാൾ എന്താണ് ഓക്കെ 3 കോളം ഒരുമിച്ച്, ഈ 3 കോളം ഒന്നിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ 6 കോളം ചെയ്യരുത്, 6 കോളം 2 സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളതായിരുന്നു. ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ലാസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇപ്പോൾ നിലവിൽ നിങ്ങൾ ചോദിക്കുന്ന മെസ്സേജുകൾ കാണുന്നുണ്ട്, ഒന്നിച്ച് ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. ഒന്നിച്ചല്ല കാണിച്ചു കൊടുക്കേണ്ടത്, ഓരോന്ന് അതായത് ചിത്രം കണ്ടോ, ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് കഷ്ണം വെട്ടി കാണിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങളെ കൈ കൊണ്ട് മറച്ച് പിടിക്കുക. അപ്പോൾ ഇവിടെ ഈ ചിത്രം കണ്ടല്ലോ, ഈ പേജ് നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലൊരു പേജ് ആയിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഭാഗത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ വെള്ള പേപ്പർ കൊണ്ട് മറച്ച് പിടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൈ കൊണ്ട് ഒത്തി പിടിക്കുകയോ ചെയ്യാം. ഓക്കെ ഇതെല്ലാം ഒന്നിച്ച് കാണിച്ചു കൊടുക്കരുത്. പിന്നെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ അവരോട് പറയണം, നിങ്ങൾ ചിത്രത്തിൻ്റെ കൃത്യം സെൻറ്ററിലേക്ക് തന്നെ നോക്കണം. ഓക്കെ എവിടേക്കെങ്കിലും നോക്കാൻ പാടില്ല, കൃത്യം സെൻറ്ററിലേക്ക് നോക്കണം. ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് റീകോൾ ചെയ്ത് എഴുതണം എന്ന് പറയണം. ഓക്കെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് വരുന്നുണ്ട്. എക്സിൻ്റെ മുകളിൽ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, എമ്മിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്, അവിടെ എഫ് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പുകൾ ഇതേപോലെ വിട്ടിട്ട് തന്നെ എന്ത് ചെയ്യണം, എഴുതണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3 എണ്ണമാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഓക്കെ ഇവിടെ എത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻറ്ററിലേക്ക് തന്നെ എന്ത് ചെയ്യണം, ആൽഫബറ്റിൻ്റെ മിഡിലേക്ക് തന്നെ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്യണം. വേറെ എവിടേക്കെങ്കിലും എന്ത് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പൊസിഷൻസ് അതുപോലെ തന്നെ നിലനിർത്തുകയും വേണം. ഓക്കെ അപ്പോൾ ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് റെഡി എന്ന് പറയണം. റെഡി എന്ന് പറയുന്ന സമയത്ത് ആൾ പ്രിപ്പയർ ആവണം. അതിനുശേഷം സി എന്ന് പറയുന്ന സമയത്ത് കാണാൻ തുടങ്ങുകയും ദാറ്റ്സ് ആൾ എന്ന് പറയുന്ന സമയത്ത് നിർത്തുകയും ചെയ്യണം. ആ വേർഡുകൾ ജസ്റ്റ് 15 സെക്കൻഡായി എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡ് മാത്രമാണ്. അതുപോലെ പറയണമെന്നൊന്നുമില്ല. നമ്മളടുത്ത് ചിലപ്പോൾ നമ്മളെ ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇതുവരെയുള്ളതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അല്ല അങ്ങനെയാണ് പറഞ്ഞത്. ഓരോന്നും 15 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതൊന്ന് പരിശോധിച്ച് നോക്കണം കേട്ടോ. കാരണം ഓരോന്നും 15 സെക്കൻഡ്, ആ 3 കോളം അങ്ങനെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? സാർ അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ സാറ് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ എങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. സാർ എങ്ങനെയാണോ പറയണത് അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ മൊത്തം ടേബിളുകൾ ഒന്നിച്ച് കൊടുക്കേണ്ടി വരും അല്ലേ, 15 സെക്കൻഡ് എന്ന് പറയും. ഓക്കെ അപ്പോൾ ഇതേപോലെ ഒന്നിച്ച് കാണിച്ചിട്ട്, ശരിക്കും അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. ശരിക്കും ഓരോ ഭാഗങ്ങളും കൊടുത്തിട്ട് 15 സെക്കൻഡാണ് അതിൻ്റെ കണക്ക് ശരിക്കും വരുന്നത്. സാർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. എങ്ങനെയാ? ഇങ്ങനെ ഇതല്ല ഇത് 15 ഇങ്ങനല്ലേ,
ഇങ്ങനെ ഇത് 15, പിന്നെ അടുത്തത് 15, അടുത്തത് 15, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? അതോ ഇങ്ങനെ ഒന്നിച്ചാണോ പറഞ്ഞത്? ഈ ടേബിൾ ഒന്നിച്ച് ഈ കണ്ടോ? ആ ഓക്കെ. അതായത് 3 കോളവും സെപ്പറേറ്റ് 15 സെക്കൻഡ് എന്നാണോ പറഞ്ഞത്? ഒന്നിച്ച് 15 സെക്കൻഡ് എന്നാണ് പറഞ്ഞത്? ഒന്നിച്ച് 15 സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഒന്നിച്ച് ഈ കോളം ഒന്നിച്ച് കാണിക്കണം എന്നായിരിക്കും സാറ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതായത് ഇങ്ങനെ ഒറ്റ ഒന്ന് ഭാഗമായിട്ട്. ആ ശരിക്ക് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ശരിക്ക് ചെയ്യേണ്ടത്. ഓരോ കോളങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ശരിക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ഒറ്റ കോളം എടുത്ത് ബാക്കിയുള്ള ഭാഗം മറച്ച് പിടിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത് ശരിക്ക്. ഓക്കെ, അത് കൺഫ്യൂഷൻ ആവണ്ട. അത് എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യാം, അത് ആൻസർ കിട്ടിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ ഇതിൽ? ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ഭാഗത്ത് കൺഫ്യൂഷൻ എന്തെങ്കിലും? ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, നിലവിൽ എങ്ങനെയാണോ ഇങ്ങനെയല്ലേ സാറ് ഒരാൾ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ഓരോ കോളം എന്ന് പറഞ്ഞല്ലോ, ഇത് കറക്റ്റ് അല്ലേ? ഓക്കെ, ഇത് 15, പിന്നെ 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, പിന്നെ 15, 30 സെക്കൻഡ് എഴുതാനുള്ള സമയം, വീണ്ടും 15. അങ്ങനെയാണ് ശരിക്കും അതിൻ്റെ രീതി, അങ്ങനെയാണ്. മറ്റേത് എന്താണെന്ന് വെച്ചാൽ ഫോക്കസ് കിട്ടൂലല്ലോ, സെൻറ്ററിലേക്ക് ഫോക്കസ് വന്നാൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് റീകോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓരോന്ന് റീകോൾ ചെയ്ത് പോകണം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. സാറ് പറഞ്ഞത് ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് ഓവർ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. അത്ര വലിയ സംഭവമൊന്നും അല്ലല്ലോ ഇത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് കുറഞ്ഞ സമയം മതി. ഇനി ചെറിയ മിസ്റ്റേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടോ വന്നു എഴുതിയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം ഈ പ്രാക്ടിക്കൽ എക്സാം പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി, നിലവിലുള്ള രീതി ഇങ്ങനെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരാൾ ഞാനൊരു ആരാണ് റെഡി ആവുക? പ്രീത റെഡിയാണോ? ഓക്കെ ആണോ പ്രീത? ഏത് ഏത് അല്ല, ഞാൻ ഇത് കാണുന്നുണ്ടോ? നോക്കട്ടെ. അത് നിങ്ങൾ ആ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡബിളായിട്ട് ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പോൾ അത് റെഡിയാവും. എന്നിട്ട് അവിടെ ഒരു 3 ഡോട്ട് കണ്ടോ? ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്യാൻ പറ്റുണ്ടോ നോക്കൂ. ക്ലിയർ ആയോ? അത് പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പിൻ ചെയ്താൽ കാണാൻ കഴിയും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഏകദേശം കാണുന്നുണ്ടോ? ഓക്കെ അല്ലേ? എങ്കിൽ പ്രീത ഓൺ ചെയ്യൂ, സൗണ്ട് ഓൺ ചെയ്യൂ. എങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം, ക്ലയൻറ്റിനെ നമ്മൾ മുമ്പിൽ ഇരുത്തിയിട്ട്, അതായത് ബൈസ്റ്റാൻഡർ നമ്മൾ കൂടെ ഉണ്ടാവും, നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ കൂടെ ഉണ്ടാവും. ആ സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത് വെക്കണം. മൊബൈലിൽ സ്റ്റോപ്പ് വാച്ച് സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സ്ക്രീനിൽ കാണിച്ചതാണ്. മൊബൈലിൽ സ്റ്റോപ്പ് വാച്ച് ഉണ്ടായിരിക്കും. അത് ഈ സാധനം, ഈ ചിത്രം കാണിക്കുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കി വെക്കുക. എന്നിട്ട് 15 സെക്കൻഡ് കഴിയുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ആ ചിത്രം നമ്മൾ മുമ്പിൽ നിന്ന് മാറ്റണം. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് വാച്ച് നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ ഫോണിലുണ്ട്, ഞാൻ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിലേക്ക് ജസ്റ്റ് മാറ്റി വെക്കാം, അത് ചെയ്യാം. ഓക്കെ, ഓക്കെ അല്ലേ?
ഓക്കെ, എങ്കിൽ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്രീന് മറ്റൊരു സ്ക്രീനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇനി സ്ക്രീനിലേക്ക് പോവാണ്. 15 സെക്കൻഡാണ് ഇതിൻ്റെ സമയം വരുന്നത്. ടൈം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എന്ത് പറയണം, റെഡി എന്ന് പറയണം. റെഡി എന്ന് പറഞ്ഞിട്ട് പിന്നെ സി എന്ന് പറഞ്ഞാൽ സ്ക്രീൻ കാണിക്കാം. ഓക്കെ, 6 സെക്കൻഡ്, 7, 10 സെക്കൻഡ്, 15 സെക്കൻഡ്. എത്ര സെക്കൻഡായി ഇടയിൽ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഈ നോക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് പറഞ്ഞത്. നിങ്ങൾ എഴുതിയത് എന്ത് ചെയ്യാം, ഇനി അടുത്തതും കൂടി 3 എണ്ണം എഴുതിയതിന് ശേഷം അത് വാട്സപ്പിലേക്ക് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, അത് വാല്യൂ ആക്കിയിട്ടിടാം. അപ്പോൾ ഇനി 30 സെക്കൻഡ് നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്കത് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, എങ്കിൽ 30 സെക്കൻഡ് എടുത്തോളൂ. സ്ക്രീന് മാറ്റണമല്ലോ അല്ലേ. ഓക്കെ, 30 സെക്കൻഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഘട്ടം, ഇപ്പം മുമ്പിലിരിക്കുന്ന ഒരാൾക്കാണ് നമുക്കിത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ ചിത്രം കാണിക്കും. രണ്ടാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ നമ്മളെ PDF ഉള്ളത്. അതിൽ രണ്ടാമത്തെ ഭാഗം ഇതാണ് കാണിക്കേണ്ടത്. അപ്പം അത് മാത്രമായിട്ട് നമുക്ക് കാണിക്കാം. റെഡി, സി. ഓക്കെ, ഇനി 30 സെക്കൻഡ് സമയം തരാം. എഴുതിക്കോളൂ, 30 സെക്കൻഡ് സമയം. ഓക്കെ, സമയം കഴിഞ്ഞു. ഇനി അടുത്തത്, അതായത് മൂന്നാമത്തെ കോളമാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് സാറ് ഒന്നിച്ചാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ആ സമയത്ത് വേണമെങ്കിൽ ഒന്നിച്ച് കാണിച്ചു. ചെറിയ മിസ്റ്റേക്ക് ഒന്നും വെച്ച് എഴുതിയിട്ട് വലിയ മിസ്റ്റേക്കൊന്നും സംഭവിക്കില്ല. ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിക്കാനൊരു ആൾ ചിലപ്പോൾ എന്ത് ചെയ്യൂല, നമ്മളെ ഇൻവിജിലേറ്റർ എല്ലാവരും കൂടെ ഒന്നും നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട. നിങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെ ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വഴി. അപ്പോൾ മൂന്നാമത്തേലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ 2ആണ്. റെഡി, സി. ഓക്കെ, ഓക്കെ, ദാറ്റ്സ് ആൾ. ഇനി 30 സെക്കൻഡ് തരാണ്, എഴുതിക്കോളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമുക്ക് 30 സെക്കൻഡ് കഴിഞ്ഞു. ഇപ്പോൾ 3 വാല്യൂസും നിങ്ങൾ എഴുതി കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം, ഒന്നിച്ച് ടോട്ടൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എഴുതിയതൊന്ന് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് അടുത്തത് ഓക്കെ, അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം,
അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. അത് 3 ഘട്ടമായിട്ട് തന്നെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്താൽ മതി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സൗകര്യത്തിനാണ്, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആവും. ഓക്കെ അല്ലേ? ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്തില്ലേ? ഷെയർ ചെയ്തോ? ഓക്കെ, അത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരാളെടുക്കാം. ശരിക്കും ഒരാളാണ് നമ്മളിത് ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലാവുക എന്ന ഉദ്ദേശത്തിൽ മറ്റൊരാളെ വെച്ചിട്ട് നമുക്ക് അടുത്ത 3 ചെയ്യാം. ഒരു എല്ലാവർക്കും ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ. ഓക്കെ, ഇനി അടുത്തത് ആരാണ് തയ്യാറാവുക? ആരാണ്? ജോയ് ഓക്കെ ആണോ? ഓക്കെ, എങ്കിൽ നമുക്ക് രണ്ടാമത്തെ സെഷൻ ഇതാണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ സെഷൻ. അതിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യും? റെഡി എന്ന് പറയും, പിന്നെ സി എന്ന് പറയും. 15 സെക്കൻഡ് നേരം നിങ്ങൾക്ക് കാണാൻ അവസരം തരും. സെൻറ്ററിലേക്ക് തന്നെ നോക്കണം, പാരഗ്രാഫിൻ്റെ മിഡിൽ പാരഗ്രാഫിലേക്ക് തന്നെ നോക്കണം. എന്നിട്ട് അത് എന്ത് ചെയ്യാം? റീകോൾ ചെയ്യാൻ 30 സെക്കൻഡ് നേരം സമയം തരും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. ഇത് അല്ല കേട്ടോ, ഇതല്ല വരി വരുന്നത്. ഓക്കെ, റെഡി സി. ഓക്കെ, ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി ഓക്കെ, ഇത് സ്ക്രീൻ മാറ്റാം. ഇനി 30 സെക്കൻഡ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. സെക്കൻഡ് നിങ്ങൾക്ക് എഴുതാം. അപ്പോഴേക്ക് നേരത്തെ ചെയ്ത ആൾ അതൊന്ന് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ടൈം ആവും. ദാറ്റ്സ് ആൾ. ഇനി അടുത്തത് നോക്കാം. റെഡി സി. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി 30 സെക്കൻഡ് എഴുതാൻ വേണ്ടിയിട്ട് സമയം തരണം. ഓക്കെ, ദാറ്റ്സ് ആൾ. എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? ജോയ് ഓക്കെ അല്ലേ? അടുത്തത് എടുക്കല്ലേ? ഓക്കെ, നെക്സ്റ്റ്.
ഒരു മിനിറ്റ്. റെഡി, സി. ഓക്കെ. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി 30 സെക്കൻഡ് എഴുതാൻ വേണ്ടി സമയം തരുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ അടുത്ത സെഷനും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, കറക്റ്റ് എഴുതി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ജോയ് ഓക്കെ അല്ലേ? ഹലോ, മിസ് ക്ലിയർ? എൻ്റെ ഇടയിൽ മിസ്സായി പോയോ? ഹലോ, ഓക്കെയാണ്. എല്ലാം എഴുതിയില്ലേ? ഓക്കെ, ഇനി സെക്കൻഡ് ലൈന് കംപ്ലീറ്റ് ആയല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ, ഇനി തേർഡ് ലൈനിലേക്ക് പോവാം. നിലവിൽ ചെയ്ത ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. 3 കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ഏതാണ് സെക്കൻഡ് NRET അല്ലേ കഴിഞ്ഞത്? ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോയിൻ്റ് ഇടയിൽ ഒന്ന് കട്ടായി പോയി. അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. റെഡി, സെഡി, സി. ദാറ്റ്സ് ആൾ. ഇനി എഴുതിക്കോളൂ. 30 സെക്കൻഡ് സമയം. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ അതൊക്കെയാണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ച് നോക്കാം, ഇനി സെപ്പറേറ്റ് പേജ് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നോക്കാം. അതൊരു കൺഫ്യൂഷനായിട്ട് മനസ്സിൽ വെക്കണ്ട കേട്ടോ. എങ്ങനെയാണെങ്കിലും നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. ഇനി അടുത്ത തേർഡിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആയില്ലേ ജോയ്? ഓക്കെ, അതൊന്ന് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. തേർഡ് റോ നോക്കാം. അതാരാണ് എഴുതുക, വായിക്കുക? ആരാ തയ്യാറാവാം? ഒരാൾ വരൂ. ലീന തയ്യാറാണോ? ഓക്കെ ഓക്കെ. എന്നാൽ നിമിഷ. ഓക്കെ, അല്ല സ്ക്രീൻ ഷെയർ ചെയ്യണ്ട. ജസ്റ്റ് നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിലേക്ക് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി.
ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഈ ചിത്രം സ്ക്രീനിൽ ഒരു ചിത്രം കാണിക്കും, അത് 15 സെക്കൻഡ് നേരം കാണിക്കും. ആ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും നോക്കാം കേട്ടോ, കൺഫ്യൂഷൻ്റെ ഇതില്ല. അത് സാറ് ഞങ്ങൾക്ക് പഠിപ്പിച്ച സമയത്ത് ആ ഓക്കെ 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 ആ ഓക്കെ 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 ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്തത് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ. ഇപ്പോൾ തേർഡ് കോളം. ഓക്കെ ഓക്കെ, എങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം പ്രാവശ്യം. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇത് ഞാൻ സാറോട് ഒന്ന് ചോദിച്ചിട്ടേ കൺഫ്യൂഷൻ തീർക്കാൻ ഞാൻ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറോടൊന്ന് ചോദിച്ചിട്ട് ഇതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് പറയാം. എൻ്റെ ഓർമ്മയിൽ ഇത് സെപ്പറേറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ തന്നെ ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ സാറൊന്ന് വിളിച്ച് നോക്കട്ടെ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർക്കാലോ. അങ്ങനെ ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, അത് പറയുകയും ചെയ്യാം. അപ്പോൾ റെഡി ആണല്ലോ അല്ലേ ലീന? ലീന പോയോ? ഓക്കെ, എന്നാൽ മറ്റൊരാളായിരിക്കോട്ടെ. ഹമീദ റെഡി ആണോ? ഹമീദ. ആ ഓക്കെ, എങ്കിൽ ഞാൻ സ്ക്രീന് കാണിക്കാം. ഇപ്പോൾ തേർഡ് റോ പൂർണ്ണമായിട്ടുമാണ് കാണിക്കുന്നത്. 15 സെക്കൻഡ് നേരം നിങ്ങൾക്ക് കാണാം. അതിനുശേഷം 30 സെക്കൻഡ് നേരം നിങ്ങൾക്ക് എഴുതാനുള്ള സമയം ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, ഈ തേർഡ് റോ 15 സെക്കൻഡ് നേരം ഉണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി നിങ്ങൾക്ക് 30 സെക്കൻഡ് നേരം സമയം തരികയാണ്. ഓക്കെ ഓക്കെ, എങ്കിൽ അത് എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ. പിന്നെ ഒരാൾ കൂടെ ഷെയർ ചെയ്തിട്ടില്ല ഒരാൾ. ഓക്കെ, അപ്പം അല്ല, വാട്സപ്പിലേക്ക് ഷെയർ ചെയ്താൽ മതി. ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലേക്ക് ഫോട്ടോ എടുത്താൽ മതി. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, ഗ്രൂപ്പിലിടാം. ഓക്കെ, അപ്പോൾ അത് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക്
ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെ ഇനിയിപ്പോൾ ബൈ ചാൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പോൾ രണ്ടാമത്തത് ചെയ്തു, ജോയ് ആണ് ചെയ്തത് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് ജോയ് ചെയ്തത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഈ കോളത്തിൽ എഴുതി വെക്കാം. ഓക്കെ, ഫസ്റ്റ് ഹൈഫൺ CU ഹൈഫൺ ഇങ്ങനെയാണ് വന്നത്. പിന്നെ അടുത്തത് NRET, അതുപോലെ തന്നെ FLK. ഇനി അടുത്തത് കറക്റ്റ് തന്നെയാണ്. ആ തേർഡിൽ നമുക്ക് നോക്കാം, DES. അടുത്തതിൽ SPRG കറക്റ്റ് തന്നെയാണ്. പിന്നെ മതി, ഒരു മിനിറ്റ്, ഇതൊന്ന് എഴുതട്ടെ. ALP. പിന്നെ ഫസ്റ്റിലൊന്ന് വായിച്ചോളൂ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ നോക്കാം. ഇത് പൊസിഷൻ ഫസ്റ്റ് റോയിൽ നമുക്ക് നോക്കാം. ഇതെടുക്കുന്ന സമയത്ത് ഇതൊക്കെ കറക്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ X 2 ഓക്കെ, ഓക്കെ. ഞാൻ ഏതായാലും സാറോടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സാറോടൊന്ന് നേരിട്ട് ചോദിച്ചു നോക്കാം. കാരണം എനിക്കും ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം 15 സെക്കൻഡ് ഈ കുറഞ്ഞ സമയം, കൂടുതൽ സമയം കിട്ടുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് ഫുൾ എഴുതും. യെസ്, യെസ്. അപ്പോൾ ഞാൻ സാറൊന്ന് വിളിച്ച് കൺഫേം ചെയ്യാം. ഇതിപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാം. ഇനി ബൈ ചാൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നത് കറക്റ്റ്, ഈ പ്രോബ്ലം നമ്പർ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എക്സാമിന് അതിൽ ബുദ്ധിമുട്ടും തടസ്സമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യാം, ഒരു അരമണിക്കൂറിനുള്ളിൽ ഗ്രൂപ്പിൽ അയക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2 + 2. ഇനി എവിടെയും കറക്റ്റാണ്. PMDR ഇവിടെ നമുക്ക് 2 + 2 + 2 + 2. പിന്നെ TKA അവിടെയും 2 + 2 + 2. ഇപ്പോൾ ടോട്ടൽ എത്ര കിട്ടിയത്? 2, 4, 6, 8, 10, 12, 14, 18. ഓക്കെ, 18 വാല്യൂ ഇവിടെ കിട്ടി. ഓക്കെ, ഇവിടെ ഇതേപോലെ തന്നെ 2 + 2. ഇവിടെ 2 + ഇത് കറക്റ്റാണ്, ഇതൊക്കെ കറക്റ്റാണല്ലോ അല്ലേ. 2 + 2 + 2 + 2. അടുത്തത് ഇവിടെയും കറക്റ്റാണ്, 2. അപ്പോൾ ടോട്ടൽ എത്ര? 2, 4, 6, 8, 10, 12, 18 അല്ലേ. യെസ്. ഇവിടെ അടുത്തത് നമുക്ക് നോക്കാം. ഇതും കറക്റ്റ് തന്നെയാണ്. 2 + 2. അടുത്തത് SPRG കറക്റ്റ് തന്നെയാണ്. 2 + 2 + 2 + 2. ഇവിടെ ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറിയില്ലേ. യെസ്. അപ്പോൾ ഇവിടെ ട്രാൻസ്പോസിഷൻ വരുന്നുണ്ട്. അപ്പോൾ 1 വരും അല്ലേ. 2 + ഇവിടെ L പുറത്താണ് ഇവിടെ വന്നിരുന്നത്, അതിനെ പുറത്ത് എഴുതി. അപ്പോൾ ട്രാൻസ്പോസിഷൻ ആണ് വരുന്നത്. അപ്പോൾ 1 + 1 + 2. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എത്രയാണ് ടോട്ടൽ കിട്ടിയത്? 2, 4, 6, 8, 10, 12, 14, 16, 17 അല്ലേ. 17 നമുക്ക് വാല്യൂ കിട്ടി. ഇനി നമ്മൾ ഇത് ടേബിളിലേക്ക് ആഡ് ചെയ്യണം. അല്ല, D ഫസ്റ്റിൽ. യെസ്, D ഫസ്റ്റിലാണ് വരുന്നത് അല്ലേ. അത് നിങ്ങൾ എഴുതിയത് നോക്കട്ടെ, ഒരു മിനിറ്റ്.
ഡി ഡി ഫസ്റ്റിലാണ് വരുന്നത്. യെസ്. അപ്പോൾ അവിടെ എന്തുണ്ട്, ഒരു മാർക്ക് കുറക്കാം അല്ലേ. ശരിക്ക് ഇതിൽ ചിത്രം എനിക്ക് വ്യക്തമാണില്ല, മുകളിലാണോ താഴെയാണോ വന്നതെന്ന്. എങ്ങനെയാണത് വന്നത് ഒന്ന് പറയാമോ? ആരായിരുന്നു എഴുതിയത്? അമിത. ഡി നിങ്ങൾ മുകളിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 17 തന്നെ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇവിടെ വാല്യൂ കിട്ടിയല്ലോ. ഇത് കിട്ടിയിട്ട് ഇനി നമുക്ക് ടേബിളിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിളാണ് ഈ ടേബിൾ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫില്ല് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഫസ്റ്റ് സീരിയൽ നമ്പർ 1 എന്ന് എഴുതുന്നു, പിന്നെ പേര് മിസ്റ്റർ എക്സ് അങ്ങനെ എന്തെങ്കിലും എഴുതാം. വയസ്സ് ഒരു 50 ഇടുന്നു. ജെൻഡർ മെയിൽ ഇടാം, ക്വാളിഫിക്കേഷൻ എഴുതാം, ഒക്യുപ്പേഷൻ എഴുതാം, ഇതൊക്കെ എഴുതി. പിന്നെ ഇവിടെ ഈ 3 കോളങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത്, സ്കോർ ചെയ്യേണ്ടത്. അപ്പോൾ സ്കോറുകൾ നമ്മൾ എടുക്കുക. നേരത്തെ നമുക്ക് എത്രയാണ് സ്കോർ കിട്ടിയത് നോക്കുക. 18, 18, 17 അല്ലേ സ്കോർ കിട്ടിയത്. 18, 18, 17. ഇനി അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സിഗ്മ എക്സ് ബൈ എൻ ആണ്. ഇത് ഓരോ എക്സുകളാണ്, എക്സ് എക്സ് എക്സ്. അപ്പോൾ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടലിനെയാണ് സിഗ്മ എക്സ് എന്ന് പറയാം. അപ്പോൾ 18 + 18 + 18 എത്രയാണ് വരിക? സോറി 17 എത്രയാണ്? യെസ് 53 കറക്റ്റാണ്. 53 കിട്ടും. 53 ഡിവൈഡഡ് ബൈ 3 എത്ര? ഡിവൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് 7 ഇതിൻ്റെ ആൻസർ ഇവിടെ തന്നെ എഴുതേണ്ടത് 17.6. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ കണ്ടല്ലോ, ഇതാണ് ഇൻ്റർപ്രിട്ടേഷൻ വരിക. ഓക്കെ, 5ൻ്റെയും 9ൻ്റെയും ഇടയിലാണെങ്കിൽ ആവറേജ് മെമ്മറി ഉണ്ടായിരിക്കും. 5ൻ്റെ താഴെയാണെങ്കിൽ ബിലോ ആവറേജ് മെമ്മറി ഉണ്ടായിരിക്കും. 5ൻ്റെ മുകളിലാണെങ്കിൽ എബോവ് ആവറേജ് മെമ്മറി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ 9, യെസ് 9ൻ്റെ മുകളിലാണെങ്കിൽ എബോവ് ആവറേജ് മെമ്മറി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്തായിരിക്കും? എബോവ് ആവറേജ് ആണ് അല്ലേ. എബോവ് ആവറേജ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗം കംപ്ലീറ്റ് ആയി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിലൊരു ഭാഗം മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. ഇത് ഒന്നിച്ചാണോ അതോ സെപ്പറേറ്റ് ആണോ എന്നുള്ളത് മാത്രം ഞാൻ എന്ത് ചെയ്യാം, ഒരു ക്ലാസ് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ ക്ലിയർ ചെയ്തതാണ്. ഓക്കെ, അത് ഓക്കെ. ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തത് ഓഡിറ്ററിയാണ്. ഓഡിറ്ററിയും ഇതേപോലെ തന്നെയാണ്. ഇത് വായിക്കുക. ആദ്യം എന്ത് ചെയ്യും, ഫസ്റ്റ് ലൈന് വായിക്കും, മൊത്തം വായിക്കും. എന്നിട്ട് നിങ്ങൾ അത് ഏറ്റു പറയുന്നു. അടുത്ത ലൈന് വായിക്കുന്നു, ഏറ്റു പറയുന്നു. ഏത് ലൈനാണോ മിസ്റ്റേക്ക് വരുന്നത് ആ നമ്പർ എന്ത് ചെയ്യും, നമ്പറിനെ റൗണ്ട് ഇടും. ഫോർ എക്സാമ്പിൾ 8, 6, 9, 5, 4 പറഞ്ഞു കൊടുത്താണ് മിസ്റ്റേക്ക് വന്നതെന്ന് വെച്ചാൽ 4 എന്ത് ചെയ്യും, റൗണ്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലൈൻ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. തൊട്ട് മുകളിൽ ലൈന് 1, 2, 3, 4, 5. അപ്പോൾ ഇതിനെ 5 എന്ന വാല്യൂ കൊടുക്കും. ഓക്കെ, ഈ റെസ്പോൺസ് ലിസ്റ്റിൽ റെസ്പോണ്ടൻ്റ് പറഞ്ഞാൽ അത് അതുപോലെ എഴുതി വെക്കേണ്ട ഭാഗമാണ്. ഫോർ എക്സാമ്പിൾ റെസ്പോണ്ടൻ്റ് തേർഡ് ലൈന് വരെയാണ് പറഞ്ഞത് എങ്കിൽ തേർഡ് ലൈന് വരെ എന്ത് ചെയ്യാം, ഇതിൽ എഴുതി വെക്കാം. 4th ലൈനിൽ 4 ആണ് മിസ്റ്റേക്ക് പറ്റിയതെങ്കിൽ അത് എഴുതിയിട്ട് റൗണ്ട് ഇട്ട് വെക്കാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. സംഭവം വളരെ സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? ആരാണ് തയ്യാറാവുക? സുരയ്യ റെഡിയാണോ? സുരയ്യ ഓക്കെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആരാ തയ്യാറാവുക? ജോയ് ആരാണ്?
ഞാൻ വായിക്കാം, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് ഏറ്റു വായിക്കാം. ലീന ഓക്കെ, റെഡി അല്ലേ? ആ ഞാൻ വായിക്കാം. നിങ്ങൾ സ്ക്രീനിൽ അത് കാണിക്കണില്ല കേട്ടോ, എന്നാലത് കൺഫ്യൂഷൻ ആവും. ഞാൻ വായിക്കാൻ പോവാണ്. ഇത് വായിക്കുന്ന സമയത്ത് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കണം. ഓരോ വാക്കുകളും ഒന്നിച്ച് പറയാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ ഇത് കണ്ടല്ലോ, ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് 827 എന്ന് പറയാൻ പാടില്ല, 827 എന്ന് പറയാൻ പാടില്ല. ഓരോ നമ്പർ പറയുമ്പോഴും അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം, ഒരു നിശ്ചിത സ്പേസ് ഇട്ടിട്ട് പറയണം. എങ്ങനെയാണ് നമ്മൾ പറയാം? 5, 1, 8, 2, 7, 9, 5, 8, 2 അങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് പറയാം. ഇതിൽ നമ്പറുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചേഞ്ച് വരുത്താം. പക്ഷേ ചേഞ്ച് വരുത്തുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പറുകളോ ഓഡ് നമ്പറുകളോ ഈവൻ നമ്പറുകളോ ഒരു പാറ്റേൺ ഒരിക്കലും വരാൻ പാടില്ല. പാറ്റേൺ അല്ലാത്ത നമ്പറുകളൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4 അങ്ങനെയുള്ള പാറ്റേൺ പാടില്ല. 2, 4, 6, 8 അതുപോലെ ഗുണിതങ്ങൾ, ഇങ്ങനെ ഡിവിഷൻ, അങ്ങനെ ഒരു പാറ്റേൺ അല്ലാത്ത ഏത് വാല്യൂവും നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാവുന്നതാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു മിനിറ്റ്, റെഡി അല്ലേ ലീന? ഓക്കെ, ഫസ്റ്റ് ലൈന് പറയാണ് 8, 2, 7. പറഞ്ഞോളൂ. ഓക്കെ, ഇനി സെക്കൻഡ് ലൈന് പറയാണ് 5, 1, 8, 2. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈനാണ് 7, 9, 5, 8, 2. ഓക്കെ, ഇനി അടുത്ത ലൈന് പറയാണ് 8, 6, 9, 5, 4, 1. ഓക്കെ, അടുത്ത ലൈന് പറയാണ് 3, 8, 5, 2, 6, 7, 3. ഓക്കെ, അടുത്ത ലൈന് പറയാണ് 4, 9, 1, 5, 8, 2, 1, 6. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈന് പറയാണ്, നോക്കി പറയരുത് കേട്ടോ. 9, 2, 8, 6, 3, 7, 5, 1, 4. ഓക്കെ, ഇതിൽ മിസ്റ്റേക്ക് വന്നു. ഇതിൽ 3 ഇവിടെ വന്നത് 6 കഴിഞ്ഞാൽ 3 ആയിരുന്നു. ഒരു മിനിറ്റ്, ഇവിടെ ഇതാണ് മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള വാല്യൂ ഉണ്ടല്ലോ, അതായത് ഈ റോഡ് തൊട്ട് മുകളിലുള്ളത് വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ റെസ്പോൺസ് ലിസ്റ്റിൽ നമുക്ക് ഇതുവരെ എഴുതാം. ഇതുവരെ എഴുതിയിട്ട് മിസ്റ്റേക്ക് പറ്റിയ ഭാഗം ഉണ്ടല്ലോ, അത് റൗണ്ട് ഇട്ടിട്ട് ഇവിടെ വെക്കാം. ഇതുപോലെ ഇവിടെ എഴുതി വെക്കാം. വേണമെങ്കിൽ എഴുതിയാൽ മതി. ഈ കോളം നിങ്ങൾ നോട്ടിലാണ് വരക്കണമെന്ന് വെച്ചാൽ അത് എഴുതണം നിർബന്ധമില്ല. അല്ല, ഈ പേപ്പറാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അത് എഴുതുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും എത്ര നമ്പറുകൾ നമുക്ക് പറയാൻ കഴിഞ്ഞു എന്ന് എങ്ങനെയാണ് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ എത്രയാണോ ടോട്ടൽ ഉള്ളത് ആ ടോട്ടൽ വാല്യൂ ആണ് നമ്മളിവിടെ സ്പാൻ ഓഫ് മെമ്മറി ആയിട്ട് കണക്കാക്കുന്നത്, 8. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത കോളം ഇതേപോലെ തന്നെ ലീന തന്നെ പറഞ്ഞോളൂ അല്ലേ? റെഡി അല്ലേ? അടുത്തത് വായിക്കുകയാണ്. സ്ക്രീൻ ഒന്ന് മാറ്റട്ടെ. 5,
6 1. അടുത്തതാണ് 8 5 2 7. ഓക്കെ, നെക്സ്റ്റ് പറയണം 3 4 9 1 6. ഓക്കെ, അടുത്തത് 6 6 5 8 4 7. ഓക്കെ, നെക്സ്റ്റ് 2 5 9 7 4 1 8. ഓക്കെ, ഇതിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് ഇവിടെ 9 ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതുവരെ പറഞ്ഞു. അപ്പോൾ ഇതിനെ തൊട്ട് മുകളിലുള്ള ലൈനിനെ നമുക്ക് എടുക്കാം. എത്ര എണ്ണം ഉണ്ട് കറക്റ്റ്? 1 2 3 4 5 6. അപ്പോൾ ഇവിടെ എത്ര വാല്യൂ വരിക? ഇതിവിടെ ഇതുവരെയുള്ള ഭാഗങ്ങൾ ഇവിടെ എഴുതി വെക്കാം കേട്ടോ. റെസ്പോണ്ടൻ്റ് എന്താണോ പറഞ്ഞത് അത് അതുവരെ ഇവിടെ എഴുതി വെക്കുക. ഇവിടെ എത്രയാണ് വരിക അപ്പോൾ? 6. യെസ്, 6 ആണ് ഇവിടുത്തെ വാല്യൂ വരിക. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നിങ്ങൾ തന്നെ പറഞ്ഞോളൂ കേട്ടോ. പറയട്ടെ. 9 5 7. 5 2 9 4. ഓക്കെ, 6 9 7 3 8. ഓക്കെ, 7 3 8 2 5 9. ഓക്കെ, നെക്സ്റ്റ് പറയാം. 3 9 5 8 6 2 7. ഓക്കെ, അതിനിടയിൽ ഒരു 6 ഉണ്ടായിരുന്നു. അപ്പോൾ 6 മിസ്സായിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ്? 6 വരെ പോന്നു. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലൈനിനെ എടുക്കാം. 1 2 3 4 5 6. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 6 എന്ന വാല്യൂ ഇവിടെ എഴുതാം. ഇതുവരെ മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് സീരിയൽ നമ്പർ 1 അല്ലേ ഉള്ളൂ, 1 എന്ന് എഴുതാം. ആളെ പേര് എഴുതാം, മിസ്റ്റർ എക്സ് അല്ലെ മിസ്സസ് എക്സ്. ഏജ് 20. അതുപോലെ ജെൻഡർ എഴുതാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എഴുതാം, ഒക്യുപ്പേഷൻ. ഇതൊക്കെ എല്ലാം കൂടെ എഴുതണമെന്നൊന്നുമില്ല. ഒക്യുപ്പേഷനോ ക്വാളിഫിക്കേഷനോ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കാവാണെങ്കിൽ. ഇതിൽ നെയിം കമ്പൽസറിയാണ്, ഏജ് കമ്പൽസറിയാണ്, ജെൻഡറും കമ്പൽസറിയാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ഒക്യുപ്പേഷൻ വേണമെങ്കിൽ ഒറ്റ കോളത്തിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇവിടെ സ്കോർ എന്ന് പറഞ്ഞിട്ട് 3 കോളങ്ങൾ കണ്ടല്ലോ, അവിടെ നമ്മുടെ സ്കോറുകൾ എഴുതാം. ഇവിടെ സ്കോർ എത്ര? 8 6 6. ഇതാണ് നമ്മുടെ സ്കോർ വരുന്നത്. അപ്പോൾ 8 6 6. ഇനി ഇതിൻ്റെ 8 + 6 + 6 എത്രയാണ്? യെസ്, 20. ഡിവൈഡഡ് ബൈ എത്രയാണ്? n എത്രയാണ് വരിക? 3. 20 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 6.6 അല്ലേ? അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ 6.6 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇൻ്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 6.6 കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി എത്രയാണ് വരുന്നത്? ഇവിടെ 5ൽ താഴെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ബിലോ ആവറേജ് ആണ്. 9ന് മുകളിലാണെങ്കിൽ എബോ ആവറേജ് ആണ്.
5നും 9നും ഇടയിലാണെങ്കിൽ ആവറേജ് ആണ്. അപ്പോൾ നമ്മുടെ അപ്പോൾ ആവറേജ് മെമ്മറി എന്ന് നമുക്ക് കിട്ടും. ആവറേജ് മെമ്മറി അതിവിടെ നമ്മൾ എഴുതുന്നു. ഇനി വിഷ്വൽ മെമ്മറിയുടെ വാല്യൂ ഇങ്ങനെ അവസാനം ഒരു കമ്പാരിസൺ ടേബിൾ കൊടുക്കുക. ഈ കമ്പാരിസൺ ടേബിൾ ഒന്നുമില്ല, നേരത്തെ കിട്ടിയ വാല്യൂ തന്നെയാണ്. ഇവിടെ നമുക്ക് ആദ്യം വിഷ്വൽ 17.66 ആണ് കിട്ടിയത് അല്ലേ, 17.66. അടുത്തത് ഓഡിറ്ററി എത്രയാ, 6.6. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്താണ്, ഇതിൽ നമുക്ക് എന്താണ് വിഷ്വൽ മെമ്മറി ഈസ് ഹയർ ദാൻ ഓഡിറ്ററി മെമ്മറി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ പറഞ്ഞോളൂ. ഈ വ്യക്തിയുടെ വിഷ്വൽ എങ്ങനെ എഴുതാം, വിഷ്വൽ മെമ്മറി ഈസ് ഹയർ ദാൻ ഓഡിറ്ററി മെമ്മറി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പാരിസൺ ടേബിളായി. പിന്നെ നമ്മൾ എങ്ങനെയാണ് ആ കൺക്ലൂഷന് നേരത്തെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുള്ളത് അതുപോലെ തന്നെ കൺക്ലൂഷൻ എഴുതിയാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത് അല്ലേ. പിന്നെ ഗ്രാഫ് നമുക്ക് ഒന്നുകൂടെ എടുക്കാം. ഇങ്ങനെ ഇത് നോക്കിയാൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇവിടെ ഒന്ന് ഓഡിറ്ററിയുടെ പാർട്ടാണ്, മറ്റൊന്ന് വിഷ്വലിൻ്റെ പാർട്ടാണ്. വിഷ്വലിൽ 6 എണ്ണം കൊടുത്തിട്ടുണ്ടായിരിക്കും, ഓഡിറ്ററിയിലും 6 എണ്ണം ഉണ്ടായിരിക്കും. 3 എണ്ണം പുറത്തും 3 എണ്ണം അതിൻ്റെ ബാക്കിലുമാണ് ഉണ്ടാവുക. ഇതിൽ 3 എണ്ണം മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്, 6 എണ്ണം ചെയ്ത് പോകരുത്. അത് കമ്പൽസറിയാണ്. ബാക്കിയുള്ള മിസ്റ്റേക്കൊക്കെ പറ്റിയാൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ 6 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം മൊത്തത്തിൽ തെറ്റും. അത് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു, ഇവിടെ ടോട്ടൽ പറഞ്ഞു, ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ, സബ്ജക്റ്റ് ഹാസ് ഷോൺ ദ ഫോളോയിങ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ലിസ്റ്റ് ഓഫ് 430 സെക്കൻഡ് ഈച്ച് കോൺസിക്യൂട്ടീവ്ലി. ആൻസർ ഓഫ് ഈച്ച് ട്രയൽ വാസ് നോട്ടഡ് ഓൺ സെപ്പറേറ്റ് പേപ്പർ. യെസ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. 3ഉം ഒന്നിച്ചാണ് കാണിക്കേണ്ടത്. ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറോട് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ലിസ്റ്റ് കണ്ടോ, അപ്പോൾ കറക്റ്റാണ്. ഈ ലിസ്റ്റുകൾ പോകുന്നത് ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ്. അപ്പോൾ ആദ്യം കാണിക്കേണ്ടത് ഒന്നിച്ച് തന്നെയാണ് കാണിക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ഒന്നിച്ചെടുക്കുന്നു, കാണിക്കുന്നു, 15 സെക്കൻഡ്. പിന്നെ അടുത്തത് ഒന്നിച്ചെടുക്കുന്നു, കാണിക്കുന്നു, അടുത്ത ഒന്നിച്ചെടുക്കുന്നു, കാണിക്കുന്നു. ഇനി ബൈ ചാൻസിൽ നിങ്ങൾ അറിയാതെ സെപ്പറേറ്റ് എടുത്തു എന്ന് കരുതിയിട്ട് വാല്യൂവിൽ ചെറിയ വ്യത്യാസം വന്നു എന്ന് കരുതി മാർക്ക് കുറയൊന്നുമില്ല. നിങ്ങൾ കാൽക്കുലേഷൻ കൃത്യമായാൽ മതി. ഓക്കെ, കാൽക്കുലേഷൻ കൃത്യമായില്ലെങ്കിൽ ലാസ്റ്റ് വരുന്ന ആവറേജിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഉത്തരത്തിലേക്ക് കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റർപ്രിട്ടേഷനാണ് മുഖ്യം. ഇൻ്റർപ്രിട്ടേഷൻ തെറ്റിക്കഴിഞ്ഞാൽ അത് ആൾക്ക് എന്ത് ചെയ്യും, തിരിച്ചറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു നമ്മൾ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ പേപ്പർ നോക്കുന്ന ആൾക്ക് തിരിച്ചറിയാൻ ഇൻ്റർപ്രിട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇൻ്റർപ്രിട്ടേഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 5ൽ താഴെയാണെങ്കിൽ ബിലോ ആവറേജ് ആണ്, അതുപോലെ തന്നെ 9ൽ എബോവ് ആണെങ്കിൽ എബോവ് ആവറേജ് ആണ്, 5ഉം 9നും ഇടയിൽ ആവറേജും ആണ്. അപ്പോൾ അത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആ കാര്യം ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ശ്രദ്ധിച്ചാൽ മതി. ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ചോദിച്ചോളൂ. മാർക്ക് കണക്കാക്കിയ രീതി അല്ലേ, ഇതാണ് അതിൻ്റെ രീതി. ഇത് കണ്ടോ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടോ? മാർക്ക് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, 2 മാർക്ക് കൊടുക്കാം. അതായത് ഇപ്പോൾ എ ബി എന്നത് അതുപോലെ
ഓഡിറ്ററിയിൽ ഓഡിറ്റർ ഓക്കെ. ഓഡിറ്ററി ഇതാ സ്ക്രീൻ എടുക്കാം നമുക്ക്. ഇതാ ഇവിടെ ഒരാൾ പറഞ്ഞു, ലീന അല്ലേ പറഞ്ഞത്, ലീന പറഞ്ഞു ഇവിടെ ഓരോന്ന് വായിച്ചു പോയി. ലീന ഈ വായിച്ചത് കറക്റ്റായിരുന്നു, ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ചത് കറക്റ്റായിരുന്നു, സെക്കൻഡ് ലൈന് വായിച്ചത് കറക്റ്റായിരുന്നു, തേർഡ് ലൈന് വായിച്ചത് കറക്റ്റായിരുന്നു, ഫോർത്തും കറക്റ്റായിരുന്നു, ഫിഫ്ത്തും കറക്റ്റായിരുന്നു, സിക്സ്ത്തും കറക്റ്റായിരുന്നു. ഓക്കെ. സെവൻത്തിൽ ലീന വായിച്ച സമയത്ത് 3യുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 3 മാത്രം എന്ത് ചെയ്തു, റൗണ്ട് ഇട്ട് വെച്ചു. ഓക്കെ, 3 റൗണ്ട് ഇട്ട് വെച്ചു. എന്നിട്ട് ഈ 3 ഏത് ലൈനാണല്ലോ ഉള്ളത് അതിനെ തൊട്ട് മുകളിലെ ലൈൻ എടുത്തു. എന്നിട്ട് ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കി. 1 2 3 4 5 6 7 8. ഓക്കെ. എന്നിട്ട് നമ്മളിവിടെ 8 എന്ന വാല്യൂ എഴുതി. അടുത്തതും ഇതേപോലെ തന്നെയാണ്. ലീന ഫസ്റ്റ് ലൈന് കറക്റ്റായിട്ട് പറഞ്ഞു, രണ്ടാമത്തെ ലൈനും കറക്റ്റായിട്ട് പറഞ്ഞു, മൂന്നാമത്തെ ലൈനും പറഞ്ഞു, നാലാമത്തെ ലൈനും പറഞ്ഞു. അഞ്ചാമത്തെ ലൈന് പറഞ്ഞ സമയത്ത് 9 എന്ത് ചെയ്തു, 9 എന്ന വാല്യൂ മിസ്റ്റേക്കായിട്ട് തെറ്റായിട്ട് പറഞ്ഞു. അപ്പോൾ 9നെ നമ്മൾ റൗണ്ട് ഇട്ട് വെച്ചു. ഓക്കെ. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലൈന് എടുത്തു. ലൈൻ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ എത്ര എണ്ണമുണ്ടെന്ന് നോക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി 1 2 3 4 5 6 എന്ന് കിട്ടി. അപ്പോൾ 6നെ നമ്മളിവിടെ 6 എഴുതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇവിടെ 2 കോളങ്ങളാണ്, 3 കോളങ്ങൾ ഓൾറെഡി നമുക്ക് ഫില്ല് ചെയ്യേണ്ട 2 കോളങ്ങളാണുള്ളത്. റെസ്പോൺസ് ലിസ്റ്റും ഉണ്ട്, സ്പാൻ ഓഫ് മെമ്മറി ഉണ്ട്. റെസ്പോൺസ് ലിസ്റ്റിൽ എന്താണോ റെസ്പോണ്ടൻ്റ് പറഞ്ഞത് അത് അതുപോലെ എഴുതി വെക്കുകയാണ് വേണ്ടത്. 8 2 7 അങ്ങനെ തെറ്റിയ ഭാഗം റൗണ്ട് ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ ഒരു ഫോമാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ, അല്ല നോട്ടിലാണ് A4 പേപ്പറിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, അല്ല നമ്മൾ ബുക്ക്ലെറ്റിലാണ് എഴുതുന്നതെങ്കിൽ അത് വേണമെന്നൊന്നുമില്ല, ഇതിൽ തന്നെ റൗണ്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ജയശ്രീ, എന്തെങ്കിലും സംശയം? എന്താണ്? കേട്ടില്ല. ഏത് പിക്ചറാണ്? ഇപ്പൊ ചെയ്ത ഇതല്ലേ, ഇതല്ലേ? ഓക്കെ, ഞാനിത് പറഞ്ഞോളൂ. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ഏതെങ്കിലും ബാച്ചിൽ കഴിഞ്ഞോ? നിലവിൽ പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്തോ?